പ്രജിതേ, ഈ വിമാന ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞപ്പോഴേ നിലമ്പൂരത്തെ ചൂടൊന്ന് ചെറുതായിട്ട് ഒന്ന് കുറഞ്ഞ പോലെ അല്ലേ? കുറഞ്ഞിട്ടുണ്ടോ? അവിടെ അവർക്ക് നല്ല ചൂടായിരിക്കും അല്ലേ? അവിടെ നല്ല ചൂടായിരിക്കും. കാര്യം കേരളത്തിൽ മൊത്തത്തിൽ നിയോജക മണ്ഡലവും കൂടെ നോക്കുന്നത്, അല്ലെങ്കിൽ കേരളം ഉറ്റുനോക്കുന്നത് നിലമ്പൂരാണ്. അതെ. എന്തെങ്കിലും ഒരു അപ്ഡേഷൻ നിലമ്പൂരത്തെ ആരെങ്കിലും സുഹൃത്തുക്കൾ പറഞ്ഞായിരുന്നോ? അതായത് അവിടെ ലീഗ് ഷൗക്കത്തിനോട് വലിയ താല്പര്യം ഇല്ലെങ്കിലും ഷൗക്കത്തിനെ ജയിപ്പിക്കേണ്ടത് ഇപ്പൊ ലീഗിന്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ലീഗ് കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്, അത്രയും തടിയണങ്ങി പണിയെടുക്കുന്നുണ്ട് എന്ന് പറയുന്നത് പോലെ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വിവരം. സ്വരാജ് ജയിക്കുമോ ഇല്ല, ജയിക്കാൻ സാധ്യത കുറവ് തന്നെയാണ്, അങ്ങനെയാണ് കിട്ടുന്ന വിവരം. പ്രജിത പറഞ്ഞ കാര്യം എനിക്കും എൻ്റെ ചില സുഹൃത്തുക്കൾ മലപ്പുറത്ത് നിന്നൊക്കെ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ലീഗിന്റെ ഒരു ആവശ്യമാണ് ജയിക്കേണ്ടത്. ലീഗിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇത് അവരുടെ അവസാന ശ്വാസമാണ്. എന്ന് വെച്ചാൽ ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു ചൂണ്ടുപലകയാണ്. ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇനി വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ നിന്ന് തുടർന്ന് അങ്ങോട്ട് ഒരു നിയമസഭയിലും അവർക്ക് വലിയ വിഷയമാണ്. അതുപോലെ പിണറായി വിജയനും തന്റെ അവസാന ശ്വാസമാണ് എന്നറിയാം. പിണറായി വിജയൻ അതുകൊണ്ടാണ് മണ്ഡലത്തിൽ ഉടനീളമുണ്ട്. മണ്ഡലത്തിൽ പ്രസംഗിക്കാൻ അദ്ദേഹം ഒരുപാട് സ്ഥലത്ത് അദ്ദേഹം വന്നതായിട്ടാണ് വാർത്ത വരുന്നത്. പിണറായി വിജയൻ ഇപ്പോൾ ഏകനാണ്. പിണറായി വിജയൻ ഒറ്റയാണ്. പാർട്ടിയിൽ അദ്ദേഹം ഒറ്റപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. അതങ്ങനെയാണ്. CPM എന്ന് പറയുന്ന പാർട്ടി അങ്ങനെയാണ്. CPM എന്ന് പറയുന്ന പാർട്ടി എത്ര തന്നെ ഇനി പാർട്ടിയെ പിടിച്ചടക്കാൻ ശ്രമിച്ചാലും നാളെ ഒരു സമയത്ത് ഏകാധിപതി ഇപ്പൊ സ്റ്റാലിൻ എന്തായിരുന്നു? സ്റ്റാലിന്റെ മരണശേഷമെങ്കിലും സ്റ്റാലിനെ വിമർശിക്കാൻ ആളുണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹം ഒരു സ്റ്റാലിനാവാൻ ശ്രമിച്ചതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഷൗക്കത്തിന്റെ ജയം. ഷൗക്കത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ പ്രിയങ്ക ഗാന്ധിയെ കോൺഗ്രസ് കൊണ്ടുവന്നു. നിങ്ങളൊന്ന് ആലോചിക്കണം. പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത്ര കണ്ട് കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ട് കേരളത്തിലെ ഭരണം തിരിച്ചു പിടിക്കാനായി. കാര്യം കർണാടക കിട്ടിയവർക്ക്. ഈ പറയുന്ന പോലെ ഇന്ത്യയിൽ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുമ്പോൾ BJP നമുക്ക് തെളിഞ്ഞ പാല് പോലെ എല്ലാ കാര്യത്തിലും കാണാൻ കഴിയില്ല, അല്ലേ? ഇപ്പം യുദ്ധമുണ്ടായി, യുദ്ധത്തിൽ തിരിച്ചടിച്ചു. ഇന്നലെ വിമാനാപകടം ഉണ്ടായി, ഒത്തിരി വിഷയങ്ങളുണ്ടായി. പക്ഷെ തെളിഞ്ഞ പാല് പോലെ കണ്ട് നമുക്കങ്ങനെ അത് ഒരു രാഷ്ട്രീയ പാർട്ടിയെയും നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ല. അവർക്ക് എല്ലാവർക്കും അതിൻ്റെതായ കളങ്കിതമായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പൊ അത്തരത്തിൽ പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവന്ന് ഇവരവിടെ പ്രസംഗിച്ചതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ കോൺഗ്രസ് ആഗ്രഹിക്കുന്നു, UDF ആഗ്രഹിക്കുന്നു ഇവരുടെ ഭരണം വരണമെന്ന്. ആരുടെ ഭരണം വരണമെന്ന്? ഈ പറയുന്ന UDFന്റെ ഭരണം. നിലമ്പൂർ വേറെ ആരുടെയും സീറ്റൊന്നുമല്ല, UDFന്റെ സീറ്റാണ്. അതെ, അത് കുറച്ചുകൂടെ എളുപ്പമാണ്. ഷൗക്കത്ത് ആയതുകൊണ്ടുള്ള ഒരു സംശയം ആദ്യഘട്ടത്തിൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പോ മുസ്ലിം ലീഗും കൂടി ഇറങ്ങി പണിയെടുക്കുന്നത് കൊണ്ട് ജയം എളുപ്പമാകാനുള്ള സാധ്യതയല്ലേ? അല്ല, പ്രജിത പറഞ്ഞ ആ പോയിന്റിലേക്ക് ഞാൻ വരുമ്പോഴത്തേക്ക് ഷൗക്കത്ത് ആയതുകൊണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അച്ഛനായിട്ട് ഉണ്ടാക്കി വെച്ചൊരു വേനയാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ ഈ പോടാപുല്ലേ എന്ന് പറയുന്ന ഒരു സ്റ്റൈൽ. അത് ചേട്ടാ, അതൊരു കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു. അല്ല, കാലഘട്ടം ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ചില കാര്യങ്ങൾ ആ കാലഘട്ടത്തിൽ ചിലപ്പോ അദ്ദേഹത്തിന് ചെയ്യേണ്ടി വന്നതായിരിക്കും. അല്ല, അത് ഒരു നല്ല സ്ട്രാറ്റജി ആയിരുന്നോ എന്ന് നമ്മൾ ഇപ്പൊ ചിന്തിക്കുമ്പോൾ പ്രീതിക്ക് തോന്നാറുണ്ട്, എനിക്ക് തോന്നാറുണ്ട്. കാര്യം അവർ UDFിലെ ഒരു മുന്നണി ഘടകകക്ഷി. അതായത് UDFിൽ അദ്ദേഹം ഒരുപക്ഷെ വിചാരിച്ചിട്ടുണ്ടായി UDFിലെ മുസ്ലിം ലീഗിനുള്ള ഒരു മേൽക്കോയ്മയുണ്ട്. ആ മേൽക്കോയ്മയിൽ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിക്കേണ്ടി വരുന്ന ചില കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ അതായിരിക്കാം കാരണം. അതായിരിക്കാം മേ ബി അദ്ദേഹം മരണപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ ഇതിൽ പറയുന്നതിൽ അർത്ഥമില്ല. ഏതായാലും ഷൗക്കത്തിന് 15,000 വോട്ട് വരെ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത്. 5,000 മുതൽ 15,000 വരെയുള്ള വോട്ട് കിട്ടാൻ സാധ്യത. അതായത് അവിടെ ഒരു ഹിന്ദു വോട്ട് എന്ന് പറയുന്നത് എത്രത്തോളം കാണും? 1 ലക്ഷമൊക്കെ കാണുമോ? പ്രജിത, ഈ പറയുന്ന സ്വരാജ് 1 ലക്ഷത്തിൽ കൂടുതലുണ്ട്. സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ പിണറായി വിജയൻ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഹിന്ദു വോട്ടുകൾ സ്വരാജിന് കിട്ടുമെന്നാണ്. സ്വരാജിന് ആ വോട്ട് കിട്ടിയാൽ തന്നെയും ക്രിസ്ത്യൻ വോട്ടും ഉണ്ട്, മുസ്ലിം വോട്ടും ഉണ്ട്. പിന്നെ PV അൻവർ ഫാക്ടർ ഉണ്ട്. നമ്മൾ ഇത്രയും സമയം PV അൻവറിന്റെ പേര് പറഞ്ഞില്ല. അത് പ്രീത എൻ്റെ അടുത്ത് പറയുന്ന ഞാൻ വിചാരിച്ചേ. ഞാൻ അങ്ങോട്ട് പറയാം, PV അൻവറിന്റെ വോട്ടുണ്ട്. PV അൻവർ ഇപ്പൊ കരഞ്ഞോണ്ടൊക്കെ സിമ്പതി വോട്ട് കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ. അല്ല, വിളിപ്പിക്കാനല്ല, CPM വിലപിക്കുന്നു. അതെ, CPM തകരും, കേരളത്തിൽ CPM തീർന്നു എന്നൊക്കെയാണ് ഇപ്പൊ പറയുന്നത്. ഈ CPM-നൊപ്പം നിന്ന് വെട്ടാവുന്ന വെട്ടുമേനി എല്ലാം വെട്ടിയ ഒരാളാണ്. ഇപ്പോഴാണ് CPM തകരും എന്ന് പറയുന്നത്. ഏതായാലും അദ്ദേഹത്തിന് CPM-നകത്ത് അന്തം കമ്മികളുടെ
വോട്ട് ചിലപ്പോൾ അദ്ദേഹത്തിന് കിട്ടാൻ സാധ്യതയുണ്ട്. അന്തം കമ്മികൾ എന്ന് പറയുമ്പോൾ പാർട്ടി വിശ്വസിച്ചിട്ട് പാർട്ടി തേച്ചു പോയി, പാർട്ടി ഇതാ തീർന്നു. എവിടെയും ഉണ്ടല്ലോ, കോൺഗ്രസിലും ഉണ്ടല്ലോ കുറെ കോൺഗ്രസ് അന്തം കോൺഗ്രസ്സുകാർ. CPM അങ്ങനെയുള്ള അന്തം കമ്മികൾ ഉണ്ട്. ആ അന്തം കമ്മികൾ ഇരിക്കട്ടെ, അൻവറെങ്കിലും പറഞ്ഞല്ലോ എന്ന് പറഞ്ഞൊരു കുത്തുകുത്തു. അങ്ങനെ ഒരു 5000 വോട്ട് കിട്ടിയാൽ അൻവറിന്റെ ഭാഗ്യം എന്ന് പറയാം. അങ്ങനെ നമ്മൾ മാറ്റി നിർത്തുമ്പോൾ ഇതിനകത്ത് നമുക്ക് പറയാൻ കഴിയുന്നത് ഷൗക്കത്ത് എന്ന വ്യക്തിയെക്കാളും പ്രസ്ഥാനം UDF വരണം, ജയിക്കണം എന്ന ഒരു രീതിയിൽ അവിടെ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്. ബ്ലോക്ക് തലം മുതൽ പണിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഒരു കാര്യം കൂടെ നമുക്ക് പറഞ്ഞു വയ്ക്കാനുണ്ട്. M സ്വരാജ് എന്ന സ്ഥാനാർത്ഥിയെ ഇവർ നിർത്തുമ്പോൾ ഒരു ബുദ്ധിജീവിയെ നിർത്തുന്നു എന്നൊരു തോന്നൽ CPM ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഒരു ചോദ്യം നമുക്കുണ്ടാകുന്നുണ്ട് പൊതുസമൂഹത്തിന്. ഇവിടെ തോമസ് ഐസക് എന്ന് പറയുന്ന ഒരു ബുദ്ധിജീവിയെ ഇവർ വെച്ചിട്ടുണ്ടായിരുന്നു. EMSന് ശേഷം മറ്റൊരു ബുദ്ധിജീവി അല്ലെങ്കിൽ EMSന് ശേഷം പാർട്ടിയെ നയിക്കാൻ കഴിവുള്ള ഒരു തല ഇവിടെ ഉണ്ടോ? എനിക്കറിയില്ല. EMS പോയി, ഈ പാർട്ടി പോയി എന്ന് ഒരു സാധാരണ ഒരു വിദ്യാർത്ഥി, രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ അല്ല, ഒരിക്കലും ഒരാള് ഉണ്ടായിരുന്നു. ആ തലയോളം തന്നെ മികച്ച ഒരു തല പിന്നീട് വരുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഭൗതിക തലത്തിലായാലും എന്തായാലും ഭൗതിക തലത്തിൽ, പ്രത്യശാസ്ത്ര തലത്തിൽ EMSനോളം ബുദ്ധി ഉള്ള ഒരു പാർട്ടിക്കാരൻ ഇല്ല. ഒരു ചരിത്ര ഗവേഷകൻ, നിരീക്ഷകൻ, കമ്മ്യൂണിസ്റ്റുകാരൻ. അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണ്. അങ്ങനെ അതിനുശേഷം ഇല്ല. അതിനുശേഷം ഈ പാർട്ടി ആരെ കൊണ്ടുവരാൻ ശ്രമിച്ചു? ഐസക്കിനെ ഇവർ എന്തുകൊണ്ട് ഇതുവരെ CCയിൽ എടുത്തിട്ടില്ല? CPMന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന EMSന് ബുദ്ധി ഉണ്ടായിരുന്നു, താത്വിക നിരീക്ഷകനായിരുന്നു. അദ്ദേഹം പറയുന്ന വാക്കിന് വിലയുണ്ടായിരുന്നു. മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് പുറകെ പോയിരുന്നു. ആ EMSന് ശേഷം ആരുണ്ട്? സഖാവ് VS ഉണ്ടായിരുന്നു. പാർട്ടി സംഘടനയെ നിലനിർത്തിക്കൊണ്ടു പോകാൻ, സംഘടനാ തത്വങ്ങളെ നിലനിർത്തി, സംഘടന എന്നാൽ ഇതാണ് എന്ന് പറയാൻ PS ഉണ്ടായിരുന്നു. ഇന്ന് സംഘടന എന്തെന്ന് പറയാൻ ആരുണ്ട്? ഇന്ന് സംഘടനയല്ലല്ലോ ഈ പാർട്ടി, ഇന്നൊരു കോർപ്പറേറ്റ് പാർട്ടിയല്ലേ? അല്ലേ? എന്റെ സംശയം അതിപ്പോ എന്നേ ആയിക്കഴിഞ്ഞു. ഈ VSന്റെ കാലഘട്ടം വരെ നമുക്ക് പറയാം. ഇപ്പൊ അടുത്തിറക്കിയ രേഖയിൽ പോലും VSന്റെ കാലഘട്ടത്തെ രേഖപ്പെടുത്തിയിട്ടില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ. അല്ല, ഞാൻ ഇത്ര ചോദിക്കുന്നുള്ളൂ. EMSന് ശേഷം പാർട്ടിയെ കൂടെ ചേർത്ത് നിർത്താൻ ഇത്തരത്തിൽ ആരുണ്ട്? പാർട്ടി ഭൗതിക തലത്തിലോ? അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു M സ്വരാജിനെ സൃഷ്ടിച്ചിറക്കാമെന്നാണോ പിണറായി വിജയൻ വിചാരിക്കുന്നത്? KR മീര വന്ന് സംസാരിച്ചാൽ അവിടെയുള്ള ആൾക്കാർ വോട്ട് ചെയ്യണമെന്നുണ്ടോ? ബെന്യാമിൻ തിരിച്ചു പറഞ്ഞാൽ വോട്ട് ചെയ്യണമെന്നുണ്ടോ? അല്ലെങ്കിൽ PF മാത്യൂസ് പറഞ്ഞാൽ വോട്ട് ചെയ്യണമെന്നുണ്ടോ? ഇതൊന്നും മലപ്പുറത്ത് വില പോവില്ല. ഈ പറയുന്ന കപടത, ഈ തൃപ്പൂണിത്തുറയിൽ മത്സരിച്ച ആളാണ് M സ്വരാജ്. ഒരു MLA ആയിരുന്നിട്ട് അവിടുത്തെ ആൾക്കാർ പറഞ്ഞിട്ട് ഒരു ചുമട്ടു തൊഴിലാളി മുഖത്ത് നോക്കി സഖാവേ എന്ന് പറഞ്ഞൊരു കാര്യം പറയാൻ ചെല്ലുമ്പോൾ മുഖത്ത് നോക്കാത്ത വ്യക്തിയാണ് ഈ M സ്വരാജ്. അല്ല, അദ്ദേഹം നടന്നു പോകുമ്പോ പോലും മറ്റുള്ളവരെ നോക്കാറില്ലല്ലോ. മനസ്സിലായില്ലേ? ഞാൻ വായനയുടെ അല്ലെങ്കിൽ ചിന്തയിൽ പോവുകയായിരുന്നു എന്നാണ് അദ്ദേഹം വളരെ താത്വികമായിട്ടൊക്കെ പറയുന്നത്. ഇതിനേക്കാളും വായിച്ച ആളാണ് EMS. ഇതിനേക്കാളും വായിച്ച ആള്. എന്നിട്ട് അദ്ദേഹം, ഞാൻ കേട്ടിട്ടുള്ളത്, ഇന്ന് കാണുന്ന 150 കോടി രൂപയുടെ പാർട്ടി ഓഫീസ് AK സെന്റർ, അതിനു മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് പാളയത്ത് കണ്ണിമാറ മാർക്കറ്റിൽ CPM ഒരു ജില്ലാ ഓഫീസ് ഉണ്ടായിരുന്നു. അവിടെ വന്നു പോകുമായിരുന്നു EMS. ഞാൻ കണ്ടിട്ടുണ്ട് പ്രീത EMSന്റെ പ്രസംഗം കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായവനാണ്. അറിയോ? EMS എന്ന് പറയുന്ന താത്വിക ആചാര്യന്റെ പ്രസംഗം കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പുസ്തകം, എപ്പോഴും 2 പുസ്തകം ഇങ്ങനെ കയ്യിൽ കാണും. EM രാധ, അദ്ദേഹത്തിന്റെ മകൾ രാധ ചേച്ചി ഇളയ മകളോട് വാത്സല്യം കൂടുതലാണ്. ആ പാർട്ടി ഓഫീസിൽ വന്നു പോയിട്ടുണ്ട്. ഇന്ന് ഇവർക്ക് ഓർക്കാൻ നേരമുണ്ടോ? അവർക്ക് എവിടെയാണ് ചേട്ടാ ഇതിനൊക്കെ? ഇവർക്ക് കുഞ്ഞമ്മൂനെ ഓർമ്മയുണ്ടോ? CPMലെ ഈ നേതാക്കൾക്ക് CPMനെ ഒരു M സ്വരാജിനെ അവിടെ നിർത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭൗതിക തലത്തിൽ ഒരാളെ കണ്ടെത്തി എന്ന് പിണറായി വിജയനും CPM ധരിക്കുന്നെങ്കിൽ അവിടെ തെറ്റി. M സ്വരാജ് ഒരു ഭൗതിക തലത്തിലെ ആളല്ല എന്ന് അവിടെ നിന്ന് വിലയിരുത്തൽ ഉണ്ടാകും. ഉറപ്പ്. ഞാൻ ചോദിക്കട്ടെ, ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ നടന്ന പാർട്ടി സമ്മേളനത്തിൽ എന്തുകൊണ്ട് CCയിലേക്ക് വരാൻ തോമസ് ഐസക്കിന് യോഗ്യതയില്ലേ? ഐസക്കിന് എന്താ കുറവ്? ഐസക്കിനെ CC കൊണ്ടുവന്നില്ല. ഐസക്ക് വിലപിക്കുന്നുണ്ട്. ഒരു പാർട്ടി അംഗം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് CC മെമ്പറായിട്ടെങ്കിലും താൻ പാർട്ടിയിൽ നിന്ന് വിരമിക്കണമെന്നാണ്. പാർട്ടി പണി എന്ന് പറഞ്ഞാൽ പാർട്ടി ജോലിയാണ്. അപ്പൊ നമുക്കിതിൽ ഇത്രേ പറയാനുള്ളൂ. നമ്മൾ ഈ ആക്രോശിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇതിൽ ഇത്രേ പറയാനുള്ളൂ. ഷൗക്കത്ത് ജയിക്കും. ഷൗക്കത്ത് അങ്ങേയറ്റം 15000 വോട്ടിന് ജയിക്കും. ഷൗക്കത്ത് 15000 വോട്ടിന് ജയിച്ചാൽ നമുക്ക് മാലപ്പടക്കം പൊട്ടിക്കാം. അത് കാര്യം ഉറപ്പ്. 15000 വോട്ട്. ഇത് ഞാൻ പറയുന്നതല്ല.
എനിക്ക് ചില സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, പാർട്ടിയെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾ. ഇങ്ങനെ പാർട്ടിയെ സ്നേഹിക്കുന്ന മലപ്പുറത്തുകാർ സുഹൃത്തുക്കളുണ്ട്. പാർട്ടി അങ്ങനെ ഈസി ഒരു വാക്ക് ഓവറിൽ നേടിപ്പോയി കഴിഞ്ഞാൽ ഈ പാർട്ടി മടിയന്മാരുടെ പാർട്ടിയാവും. ഈ പാർട്ടി ഇനി രക്ഷപ്പെടില്ല. ഈ തോൽവി അനിവാര്യമാണ്. CPM-ന് ഈ തോൽവി അനിവാര്യമാണ്. നമുക്ക് കാത്തിരിക്കാം.